നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്ന് നടന്നിട്ടുള്ള മോർണിംഗ് ആക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അതായത് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇന്ന് രാവിലെ ഒരുവിധം എല്ലാവരും ഇപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റി എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരിക്കും. മനസ്സിലാവാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ക്വിക്കായിട്ട് പറയാം. നിങ്ങൾക്ക് ഇതിന് മുന്നേ ഒരു ജീവിതത്തിൽ വിശ്വാസം ഉണ്ടായിരുന്ന ഇത് ഇവിടെ വരുന്നതിന് മുന്നേ അല്ലെങ്കിൽ വന്ന സമയത്ത് വിശ്വാസം ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തി, ആ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു വ്യക്തി പിന്നീട് വിശ്വാസം തിരിച്ചെടുക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളൊരു ടാസ്കിൽ ആളെ പറയാമെന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, പല ആൾക്കാരും പല രീതിയിൽ പറഞ്ഞു. ഇപ്രാവശ്യം സീസണിൽ ഒരു കാര്യം പറയാനുണ്ട്. കാരണം വെച്ചാൽ ഇപ്രാവശ്യം സീസൺ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മോർണിംഗ് ആക്ടിവിറ്റിയൊക്കെ വെറും പാട്ടുപാടും ഡാൻസ് കളി കഴിഞ്ഞ സീസൺ കമ്പയർ ചെയ്യുന്ന സമയത്ത് കേട്ടോ, സീസൺ 5 ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് സീസൺ 6 ഒന്നും കൂടി ഭയങ്കര സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് അടിയും ബഹളമായിട്ട് എല്ലാവർക്കും ഫീൽ ചെയ്യുമെങ്കിൽ കൂടി ഭയങ്കരമായിട്ട് സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആയിട്ട് അവർ കോണ്ടന്റ് ഡെലിവർ ചെയ്യാനും അവർക്ക് എന്താ വെച്ചാൽ വളരെ കടുത്ത മത്സര ബുദ്ധിയോടുകൂടി മുന്നോട്ട് പോകാനും ഇനിയിപ്പോൾ അടിയും തെറിയാണെങ്കിലും കൂടി ആ ഒരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഭൂരിഭാഗം കണ്ടസ്റ്റൻസിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തർക്ക് ഓരോ ഗെയിം സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇന്ന് രാവിലത്തെ മോർണിംഗ് ടാസ്ക് അല്ലെങ്കിൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ വിശ്വാസമാണ്. ഒരു കാര്യം ചോദിക്കാനുള്ളത് എന്താ പറയുക, ഈ വിശ്വാസം നഷ്ടപ്പെടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ എത്രത്തോളം റെലവൻസ് ഉണ്ടെന്ന് അറിയില്ല. കാരണം വെച്ചാൽ ബിഗ് ബോസിൽ ഇതിലെവിടെ വിശ്വാസം? ഇവരൊക്കെ മത്സരാർത്ഥികളല്ലേ, ഇവരൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എവിടെ ഒരു വിശ്വാസം ഉള്ളത്? ഒരാളെയും വിശ്വാസം ഉണ്ടാവേണ്ട സിറ്റുവേഷനോ വിശ്വാസം എന്നുള്ള വാക്കിനുള്ള ഒരു പ്രസക്തി തന്നെ അവിടെ ഉണ്ടാവേണ്ട സിറ്റുവേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ, അപ്പോൾ മോർണിംഗ് ടാസ്കിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഇന്ന് പല ആൾക്കാരും അവരവരുടെ വിശ്വാസം നഷ്ടപ്പെടാത്ത ആൾക്കാരും കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ഒരാളുടെ കാര്യം പറയട്ടെ. നമ്മൾ ഈ ഒരു ഇതിൽ പറയുന്ന സമയത്ത് ഈ ഇവണ്ടല്ലോ മുടിയൻ ഈ മോർണിംഗ് പെട്ടെന്ന് ഓർമ്മയിൽ വന്നു കേട്ടോ. മുടിയൻ ഒരുപാട് അൻസിബയുടെയും ഇവരുടെയൊക്കെ വാക്കുകൾ കേട്ടിട്ട് മുന്നോട്ട് പോകുന്ന രീതിയിലായിട്ട് അത് മുടിയൻ നേരിട്ട് കാര്യങ്ങൾ കാണാതെ ആ കട്ടിൽ കടന്നിട്ട് ഒരു കട്ടിൽ ടാസ്ക് അല്ല, ഒരു എന്താ പറയുക, കട്ടിൽ കൺട്രോൾ ചെയ്യുന്ന കട്ടിലിൽ കടന്നിട്ടുള്ള ഒരു കാര്യങ്ങൾ ഇവർ അൻസിബ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ആ ഒരു ട്രാപ്പിൽ വീണ് ഈ പറയുന്നത് കേട്ട് തലണമന്ത്രം പോലെ ഈ സംഗതി കേട്ട് ആ മുടിക്കുള്ളിൽ ഇതൊക്കെ കംപ്ലീറ്റ് പുകയ്ക്കുന്ന രീതിയിലൊരു മുടിയനാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇനിയിപ്പോൾ ഈ അൻസിബയുടെ ടീമൊക്കെ മാറുന്ന സമയത്തായിരിക്കും ഡെഫിനറ്റ്ലി മുടിയൻ ഒന്നും കൂടി കൂടുതൽ പുറത്തേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ. മുടിയൻ്റെ പേരെടുത്ത് പറയാൻ കാരണം വെച്ചാൽ എനിക്ക് ചങ്ങാതി കുറച്ചൊക്കെ ജെന്യൂനായിട്ട് കളിക്കുന്ന ഒരു ഭയങ്കരമായിട്ട് ഓവറായിട്ട് ഷൗട്ട് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കുന്ന ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ജെന്യൂനായിട്ട് കളിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ചെറിയ സംശയം കേട്ടോ. ഞാൻ കംപ്ലീറ്റ് പറയുന്നില്ല, സംശയമുള്ള വ്യക്തി പോലെ തോന്നി. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മോർണിംഗ് ടാസ്കിലേക്ക് വരുന്ന സമയത്ത് ജിൻഡോയുടെ കാര്യമാണ് നമ്മൾ കാര്യമായിട്ട് എടുത്ത് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ജിൻഡോനെ രാജാവാക്കിയിട്ട് ചിത്രീകരിച്ചുകൊണ്ടും കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ജിൻഡോ അവിടെ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ്. ഓക്കെ, ഒറ്റപ്പെടുന്നു, എല്ലാവരും കോർണർ ചെയ്യുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ രജിത് സാറിൻ്റെ ശിഷ്യനായിട്ട് വന്ന വ്യക്തി സീസൺ 2 റിപ്പീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പക്ഷേ ജിൻഡോ എന്താ വെച്ചാൽ അതുപോലെ കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയുന്നില്ല. ജിൻഡോ എവിടേക്കോ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടി ആ ശ്രമിക്കുന്നതിന് ബിഗ് ബോസിലുള്ള മറ്റ് കണ്ടസ്റ്റൻസ് അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഈ സപ്പോർട്ട് ഉണ്ടായിട്ട് കൂടി ജിൻഡോന് ആ ഒരു എന്താ പറയുക, ആ ഒരു അവസരത്തിനൊത്ത് അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നൊരു ചെയ്യാനുള്ള സിറ്റുവേഷൻ നേരെ മറിച്ച് ജിൻഡോന് പറ്റുന്നില്ല. നേരെ മറിച്ച് ഇവിടെ കുറച്ചും കൂടി നന്നായി സംസാരിക്കാനും ഈ ഒരു സംഗതി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേക്ഷകർക്ക് കണ്ണിൽ പൊടിയിടാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ എന്തുകൊണ്ടോ ജിൻഡോക്ക് അവിടെ വർക്കൗട്ട് ആവുന്നില്ല. കാരണം വെച്ചാൽ ആളുടെ ക്വാളിറ്റിയും കാര്യങ്ങളും അത്ര തന്നെയുള്ളൂ. ഭയങ്കരമായിട്ട് ക്വാളിറ്റിയുള്ള ഒരു രാജാവാക്കി വാഴ്ത്തേണ്ട ഒരു വ്യക്തിയായിട്ട് എനിക്ക് ജിൻഡോ പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. ഇത് ഞാൻ പറയുന്ന കൂട്ടത്തിൽ പറയാൻ വെച്ചാൽ ഈ ബിഗ് ബോസിൽ റിവ്യൂ ചെയ്യുന്ന ചില ആൾക്കാർ ജിൻഡോനെ 2 ദിവസം 3 ദിവസം മുന്നേ ഒരു 4-5 ദിവസമായിട്ട് ജിൻഡോനെ പുറത്തൊരു താര പരിവേഷം കൊടുത്ത് അല്ലെങ്കിൽ രാജാവിൻ്റെ പരിവേഷം കൊടുത്തിട്ട് ഒരു ബിഗ് ബോസിൻ്റെ ഇതിലേക്ക് ഉയർത്തി കൊണ്ടുവരുന്ന രീതിയിലുള്ള പല വീഡിയോസും നമ്മൾ കണ്ടു. അതൊരു പക്ഷേ ചിലപ്പോൾ PR ആയിരിക്കാം, പെയ്ഡതായിരിക്കാം, നമുക്ക് അതിൻ്റെ സിറ്റുവേഷനും കാര്യങ്ങളും പരിപാടികളൊന്നും അറിയില്ല. ഓക്കെ, അപ്പോൾ ജിൻഡോ ഇന്ന് വന്ന സമയത്ത് തന്നെ ജിൻഡോ പറഞ്ഞു, ഇത് എൻ്റെ സ്പേസാണ്, ഇവിടെ ഞാൻ 19 തലകൾ, അതായത് ജിൻഡോ വളരെ ക്ലിയർ ആയിട്ട് ജിൻഡോ പറഞ്ഞൊരു സംഭവമാണ്. 10 തലകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, 19 തലകളാണെന്ന് പറഞ്ഞു. ഈ 19 പേരെക്കുറിച്ച് ഞാൻ പുറത്തുനിന്ന് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ജിൻഡോ പറഞ്ഞു. അപ്പോൾ പുറത്തുനിന്ന് ഈ കാര്യങ്ങൾ ഇൻഫർമേഷൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് ഒരുപക്ഷെ ചിലപ്പോൾ ഇവരുടെ കണക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കാം, എന്താണെന്നറിയില്ല. നമുക്ക് തന്നെ ഈ ഒരുപാട് സ്പെക്കുലേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു എന്താ പറയുക ഇതിൽ കണ്ടസ്റ്റൻസ് റിലേറ്റഡ് ആയിട്ട് വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ജിൻഡോക്ക് അത് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അത് അങ്ങനെ ജിൻഡോ പറഞ്ഞതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് ജിൻഡോ പറയുന്നുണ്ട് രശ്മിനെ ചട്ടമ്പി ടീച്ചർ. സീരിയസ്ലി ഒരു ചട്ടമ്പി തന്നെയാണ് രശ്മിൻ. പിന്നെ ഇപ്പോൾ ഒരു ടീച്ചർ എന്ന് പറഞ്ഞൊരു ക്വാളിറ്റി ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ പല ആൾക്കാരും കമൻസ് കണ്ടു, ഒരു ടീച്ചറല്ലേ വരുന്നുള്ള ഒരു ടീച്ചർ എന്നുള്ള ഒരു ഇതൊന്നും ഈ ഒരു ഷോയിൽ കൊടുക്കേണ്ട കാര്യമില്ല അല്ലേ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് എല്ലാവരും ഒരു ബിഗ് ബോസ് എന്നുള്ള റിയാലിറ്റി ഷോ ആണ്. അവരുടെ റിയൽ സംഗതി അവരുടെ അവർ പഠിപ്പിക്കാനോ ഒരു ടീച്ചർ ഇത് എന്നുള്ള കണ്ടീഷനിൽ ഇതാക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ അവരൊന്നും ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ചട്ടമ്പി ടീച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റുണ്ടായിട്ടല്ല,
പക്ഷേ ടീച്ചർ എന്നുള്ള പ്രയോഗം ഞാൻ കമൻസ് കണ്ടുകൊണ്ട് പറയാൻ കേട്ടോ. അപ്പോൾ പണ്ടത്തെ സീസണിൽ ഡോക്ടർ വന്നിരുന്നു, ആ ഡോക്ടർ വന്നിട്ട് ആ ഡോക്ടർ എന്നുള്ള കണ്ടീഷനിലല്ലല്ലോ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുള്ളത്. മോശമായിട്ടല്ല ഞാൻ പറയുന്നത്, ഡോക്ടറാണ് എന്നുള്ളൊരു കണ്ടീഷനിലായിരുന്നില്ല ആ വ്യക്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതൊരു ടീച്ചറാണെന്നുള്ള പരിവേഷവും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. സ്വാഭാവികമായിട്ടും രശ്മിന് കുറച്ചത് ഫീൽ ചെയ്തിട്ടുണ്ട്, കുറച്ച് കൊണ്ടിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഈ കുണുവാവ കുഞ്ഞുവാവ എന്നുള്ള രീതി, കുണുവാവ എന്ന് വെച്ചാൽ എറണാകുളം ഭാഷ ശൈലിയാവുന്നത്. ഈ കുണുവാവ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പിന്നെ വഴിയാളെ ജിൻഡോനെ തിരിച്ച് കളിയാക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും ഇന്ന് റോക്കി ആരോപിച്ചിട്ടുള്ള ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രശ്മിൻ കൂടെ വന്നിട്ടുള്ള കോമണറെ പോലും എനിക്ക് ഇനിയിപ്പോൾ ഇപ്പോഴത്തെ സിറ്റി കളിയും കാര്യങ്ങളും കണ്ട് നോക്കുന്ന സമയത്ത് ഒരിക്കലും രശ്മിനെ ഇനി കോമണർ എന്ന് പറഞ്ഞിട്ട് പറയേണ്ട സിറ്റുവേഷൻ തോന്നില്ല. കാരണം അവർ ആ ഒരു ഷെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞു. അവിടെയുള്ള ആൾക്കാരെല്ലാവരും സെലിബ്രിറ്റീസാണ്, ഈക്വലി അതിനനുസരിച്ച് അവർ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തിട്ട് കുറച്ചൊക്കെ ഒച്ചയും ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ട്രെയ്റ്റാണ്, പേഴ്സണൽ ക്യാരക്ടറാണ്. ഓക്കെ, ഒന്നത് ചട്ടമ്പി ടീച്ചർ. രണ്ടാമത്തെ കേസുള്ളത് പിന്നെ ഒരു കാര്യം കൂടി ഈ രശ്മിൻ്റെ കേസിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ലാലേട്ടൻ, രണ്ട് സംഗതി അവിടെ നടക്കുന്നുണ്ട്. ലാലേട്ടനെ ചുറ്റിപ്പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ലാലേട്ടൻ്റെ മുന്നിൽ റെസ്പെക്റ്റ് കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം ഈ ജിൻഡോ എടുത്ത് പറയുന്നു. രശ്മിനെ കുറിച്ച് ലാലേട്ടനെ പോലും റെസ്പെക്റ്റ് കൊടുക്കാത്ത ആ വ്യക്തിയാണ് ഈ രശ്മിൻ എന്ന് പറയുന്ന സമയത്ത് രശ്മിൻ തിരിച്ചും പറയുന്നുണ്ട് ലാലേട്ടനെ മോഹൻലാൽ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട്. കാരണം പലപ്പോഴായിട്ടും ഈ ജിൻഡോ പറയുന്ന സമയത്ത് മോഹൻലാൽ എന്ന് പറയുന്നുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ ആളുടെ സംസാരത്തിൻ്റെ ആയിരിക്കും. ഞാൻ തന്നെ പലപ്പോഴും വീഡിയോ ചെയ്യുന്ന സമയത്ത് കഴിയുന്ന സമയത്ത് ലാലേട്ടൻ എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട്, മമ്മൂട്ടി എന്ന് പറയാൻ മമ്മൂക്ക എന്ന് പറയാൻ ശ്രമിക്കുന്ന സമയത്ത് മമ്മൂട്ടി എന്നൊക്കെ വരും. അപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ അത് ആ സംസാരത്തിൻ്റെ പ്രശ്നത്തിലായിരിക്കാം വരുന്നത്. അതൊക്കെ ഓരോരുത്തർ നാച്ചുറലായിട്ട് ഫ്രീ സംസാരിക്കുന്ന സമയത്ത് എത്ര ക്യാമറ ഉണ്ടെങ്കിലും അവർക്ക് ആക്ട് ചെയ്യാൻ കഴിയില്ല, ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിരിക്കാം. ഓക്കെ, ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. ശരിക്ക് രശ്മിൻ അവിടെ നന്നായിട്ട് പ്രൊവോക്ക് ചെയ്യപ്പെടുന്നുണ്ട്, അത്യാവശ്യം നല്ലോണം പ്രൊവോക്ഡ് ആവുന്നുണ്ട് കേട്ടോ. രണ്ടാമത്തെ കേസ് ശരണ്യയുടെ സംഭവം കേട്ടോ. ശരണ്യയുടെ സംഭവത്തിൽ ജിൻഡോ എന്തിനാണത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ജിൻഡോ എനിക്ക് ഒരുപാട് നുണ പറയുന്നൊരു വ്യക്തിയായിട്ട് പേഴ്സണലി ഫീൽ ചെയ്യുന്നു. അയാളുടെ ഗെയിം ആയിരിക്കാം ഈ നുണ പറയുന്നത്. ഓക്കെ, പല ആൾക്കാരും ഇതിന് മുന്നുള്ള സീസണുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അവർ പുറത്തല്ലാത്ത ഒരാളായിട്ട് ഉള്ളിൽ പോയി കളിക്കുന്നു അല്ലേ, ഒറിജിനൽസ് എന്ന് പറഞ്ഞ ഉള്ളിൽ പോയി വേറെ ഫേക്കായി മാറുന്നു. ഇതൊക്കെ ഗെയിമിൻ്റെ ഭാഗമാണ്. ഇതൊരു ഗെയിം ഷോ ആണെന്നുള്ള കാര്യം പല സമയത്തും നമ്മളടക്കമുള്ള പ്രേക്ഷകർ മറന്നു പോകുന്നൊരു സംഗതിയാണ്. ഇതൊരു ഗെയിം ഷോ ആണ്, ബേസിക്കലി ഒരു റിയാലിറ്റി ഷോ ആണ്. അപ്പോൾ ജിൻഡോ അവിടെ ഒരുപാട് നുണ പറയുന്നൊരു സിറ്റുവേഷൻ വരുന്നു. ഒരു പക്ഷേ ചിലപ്പോൾ അതായിരിക്കാം അയാളുടെ ഗെയിം സ്ട്രാറ്റജി. ഈ നുണയുടെ ഭാഗമായിട്ടാണ് തോന്നുന്നുണ്ട്, അതൊന്നും അറിയില്ല. ഡയറക്റ്റായിട്ട് ശരണ്യയുടെ മുഖത്ത് നോക്കിയിട്ട് ശരണ്യായിട്ടൊരു കാര്യം പറയുന്നുണ്ട്, ഇതിന് മുന്നേ ജിമ്മിൽ വന്നൊരു വ്യക്തിയാണ് ശരണ്യ, അതുകൊണ്ട് എനിക്ക് എൻ്റെ വിശ്വാസം ഉണ്ടായിരുന്നു, പിന്നീട് വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ശരണ്യ വളരെ ക്ലിയറായിട്ട് ശരണ്യ തിരിച്ച് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ 2 ജിമ്മിലും വന്നിട്ടില്ല, 2 ജിമ്മിലും വന്നിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ പിക്ചേഴ്സ് ഉണ്ട് എന്ന് പറയുന്നില്ല. അങ്ങനെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊന്ന് പോയി നോക്കിയ സമയത്ത് ആണ് മനസ്സിലാക്കുന്നത് ജിൻഡോൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഹാക്ക് ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട്. ജിൻഡോൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഇപ്പോൾ ഇല്ല, പുതിയൊരു പേജ് 2800 ഫോളോവേഴ്സുള്ള പേജാണെങ്കിൽ ഇപ്പോൾ എൻ്റെ തെറ്റാണോ എന്നുള്ളത് അറിയില്ല. അങ്ങനെ ഇതാണ് കണ്ടിട്ടുള്ളത്. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ ജിൻഡോ ആർമി അല്ലെങ്കിൽ ജിൻഡോൻ്റെ ഫേസ്ബുക്ക് ഹാൻഡിൽ ചെയ്യുന്നവർ സീരിയസ്ലി ടാർഗറ്റ് ചെയ്യുന്നത് വേറെ ആരെയല്ല, റസ്മിൻ ബായിനാണ്. അപ്പോൾ അവിടെ പുറത്തിപ്പം സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് ഇവരുടെ ഫാൻ പേജസ് പോലും ഏറ്റെടുത്തിട്ടുള്ളത് റസ്മിൻ ബായ് വേഴ്സസ് ജിൻഡോ ഇഷ്യൂ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടായിട്ടുള്ളത്. പിന്നെ ബാക്കി ഇപ്പോൾ ലൈവ് അപ്ഡേറ്റ് നടക്കുന്ന സമയത്ത് ഒരു മറ്റേ നമ്മുടെ ബോട്ടിൽ ഫ്ലിപ്പ് ടാസ്ക് എത്രത്തോളം സംഭവം എന്നറിയില്ല, ഒരു ബോട്ടിൽ ഫ്ലിപ്പ് ടാസ്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമതൊരു കാര്യം കൂടി വീണ്ടും പറയട്ടെ, ജാൻമണി ദാസിൻ്റെ ഒരു കേസ് കേട്ടോ. ഈ ജാൻമണി ദാസ് എനിക്ക് എന്തുകൊണ്ടോ അവർ പിന്നെയും ഈ നാക്ക് കാണിച്ചിട്ടുള്ള സംഭവം, അതായത് ഒരാളെ ജീവിതം തകർക്കുന്ന സംഭവം, ഞാൻ അങ്ങനെ നശിപ്പിക്കുമെന്ന് പറയുന്ന സംഗതി ഒക്കെ ഒരുപക്ഷെ ലാലേട്ടൻ അത് ചോദിക്കേണ്ടതാണ്. ഇനിയിപ്പോൾ ലാലേട്ടൻ അത് ചോദിച്ചു കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ ജീവിതം നശിപ്പിക്കുമെന്നുള്ളത് അറിയില്ല കേട്ടോ. കാരണം അവർ പറയണ്ടല്ലോ, അവർക്കെതിരെ ആരെ തിരിയുന്നു, അതെന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവണില്ല. ഇനി വേറെ എന്തെങ്കിലും സംഗതികൾ ഇവർക്കൊക്കെ ഉണ്ടോ? ഞാൻ അങ്ങനെ പറയില്ല കേട്ടോ. പല ആൾക്കാർക്കും നമ്മൾ കേട്ടിട്ടുണ്ട്, മലയാള ഫിലിം ഇൻഡസ്ട്രിയിലും പല ഉന്നതന്മാരുടെ ഇടയിലൊക്കെ ഈ ബ്ലാക്ക് മാജിക് ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ചാത്തൻ സേവ പോലത്തെ സംഗതികൾ, ബ്ലാക്ക് മാജിക്, അതുപോലെ കൂടോത്രങ്ങൾ. ഇനി അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇവർ വിശ്വസിക്കുന്നുണ്ടോ, അതോ ഇവരെ വല്ല പരിപാടികളുണ്ടോ എന്നറിയില്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം.